ഹലോ, നമസ്കാരം. പേട്രിയറ്റ് ഇതെന്റെ ഒപ്പീനിയൻ വീഡിയോ അല്ല കേട്ടോ. അത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ അതൊന്ന് കാണാൻ ശ്രമിക്കൂ. ഇതിന്റെ അകത്ത് നമുക്ക് നമ്മുടെ സ്വന്തം ലാലേട്ടനെ കുറിച്ചിട്ടൊന്ന് കാര്യമായിട്ട് സംസാരിക്കണം. അതായത് ലാലേട്ടൻ എന്തിനീ സിനിമ ചെയ്തു? ലാലേട്ടന് നോ പറയാമായിരുന്നു. ലാലേട്ടനെ പറ്റിച്ചു എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ വരുന്നുണ്ട്. ആയിക്കോട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, അവരവർക്ക് തോന്നിയ കാര്യങ്ങൾ പറയുന്നു. അതിനെ ആ രീതിയിൽ തന്നെ നമുക്ക് കാണാം. അത്തരത്തിലുള്ള അഭിപ്രായങ്ങളെ എതിർക്കുക എന്നുള്ളതല്ല കേട്ടോ എൻ്റെ ഈ വീഡിയോ കൊണ്ടുള്ള ഉദ്ദേശം. പക്ഷേ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ കാണുമ്പോൾ ആസ് എ പ്രേക്ഷകൻ എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യങ്ങളും കൂടി വളരെ ആത്മാർത്ഥമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ലാലേട്ടനോട് വല്ലാത്തൊരു റെസ്പെക്റ്റും സ്നേഹവും ഒക്കെയാണ് തോന്നിയത്. സീരിയസ്ലി മാൻ. കാരണം യെസ്, ഓഫ് കോഴ്സ്, പുള്ളിക്ക് വേണമെങ്കിൽ നോ പറയാമായിരുന്നു, ചെയ്യാതിരിക്കാമായിരുന്നു. പക്ഷെ പുള്ളി ചെയ്തു. അത് ചെറിയ കാര്യമല്ല, ആക്ച്വലി വലിയ കാര്യം തന്നെയാണ്. സംഗതി ശരിയാ. പുള്ളി ചില സിനിമകളിലൊക്കെ കൊണ്ടുപോയി തല വെക്കുന്നു, അല്ലെങ്കിൽ ചില കാമിയോസ് ചെയ്തിട്ട് ഊക്ക് വാങ്ങുന്നുണ്ട്. ഞാനാണെങ്കിലും പല സാഹചര്യത്തിലും പുള്ളിയെ വിമർശിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയുടെ കേസിൽ അങ്ങനൊരു പ്രശ്നമുണ്ടോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നാമത് അത് മോശമായൊരു ക്യാരക്ടർ അല്ല, നല്ലൊരു ക്യാരക്ടറാ. അത് നല്ല രീതിയിൽ തന്നെ പുള്ളി ചെയ്തിട്ടുമുണ്ട്. ഏ അതൊന്ന്. ഇനി രണ്ട്, മറ്റ് ഇൻഡസ്ട്രിയിലുള്ള ഏതെങ്കിലും വലിയ നടന്മാര് ഈ രീതിയിൽ ചെയ്യാൻ തയ്യാറാവോ? എനിക്ക് തോന്നുന്നില്ല. അതായത് ഓൾറെഡി ഒരു വലിയ സ്റ്റാർ അഭിനയിക്കുന്നു, ആ സിനിമയ്ക്കകത്ത് ഒരു ക്യാമിയോ ചെയ്യുക, അതും ലാലേട്ടൻ ഈ സിനിമയ്ക്കകത്ത് ചെയ്ത രീതിയിലുള്ള ക്യാമിയോ ചെയ്യും. എനിക്ക് തോന്നുന്നില്ല. ഈ തമിഴിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാൻസിന് വേണ്ടി മാത്രം സിനിമ ചെയ്യുന്ന ആളുകൾ ആക്ച്വലി ഉണ്ട്. അത് ഞാൻ നെഗറ്റീവ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതല്ല കേട്ടോ, ഒരിക്കലും അല്ലേ. അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്റർടൈൻമെന്റ് കിട്ടിയിട്ടുണ്ട്, അതൊരു റിയാലിറ്റിയാണ്, ഫാക്റ്റ് ആണ്. പക്ഷെ ഇവിടെ ലാലേട്ടന്റെ കേസിൽ പുള്ളി പുള്ളി അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. വിത്തൗട്ട് എനി ഈഗോ. അതേപോലെ തന്നെ എന്താണ്, ഈ ഒരു ക്യാമിയൊക്കെ ചെയ്ത് ഞാനൊരു വലിയ സ്റ്റാർ അല്ലേ, ആ ഒരു തോട്ടേ പുള്ളിക്കില്ലാതെ ആ സംഗതികളൊക്കെ മാറ്റി വെച്ച് ഇതിന്റെ അകത്തുള്ള ക്യാരക്ടർ മനസ്സിലാക്കി, ഈ സിനിമയുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ഇതിന്റെ ഭാഗമായി എന്ന് പറയുമ്പോൾ സീരിയസ്ലി മാൻ, ഹിസ് എ ഗോൾഡ്. ലാലേട്ടൻ എന്ന് പറയുന്നത് മുത്താണ്. മുത്താണ്. മുത്ത് എന്ന് പറഞ്ഞാൽ മുത്ത് തന്നെയാണ്. എടോ, ആക്ടർ എന്നുള്ളതൊക്കെ വിട്. മനുഷ്യന്മാരെന്ന് പറയുന്ന സമയത്ത് ഈ ഈഗോ എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടാവും, അല്ലെങ്കിൽ ഞാനാണ് വലിയവൻ എന്നുള്ള സംഗതികളൊക്കെ എപ്പോഴെങ്കിലൊക്കെ മനസ്സിന് തോന്നും. ഇവിടെ ഇയാൾ ഈ പൊക്കത്തില് ഇരിക്കുന്ന ആളാ. ഏ അപ്പൊ ആ ആള് ഇങ്ങനൊരു ക്യാരക്ടർ എടുത്തിട്ട് ഈ ഒരു സിനിമയിൽ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് മറ്റുള്ള തൊലിഞ്ഞ പൊട്ട ക്യാമിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിമർശിച്ചിട്ടില്ലേ? ഏ പുള്ളിയെ കളിയാക്കിയിട്ടില്ലേ? ട്രോൾ ചെയ്തിട്ടില്ലേ? ഏ അപ്പോ അങ്ങേര് ജെനുവിൻലി എന്താണ് ഒരു ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് മോശമല്ലാത്ത നല്ലൊരു ക്യാരക്ടർ പുള്ളി എടുത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ട്രോളുന്ന പോലെ തന്നെ അറ്റ്ലീസ്റ്റ് അത് നല്ലത് പറയണം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഞാൻ ഇപ്പോഴും പറയുന്നത്, ആരും നിർബന്ധിച്ച് നിങ്ങൾ നല്ലത് പറഞ്ഞേ പറ്റൂ, നിങ്ങൾ പറഞ്ഞതൊക്കെ നുണയാ, ഇതൊന്നുമല്ല, തെറ്റാന്നൊന്നുമല്ല പറയുന്നത്. പക്ഷെ എനിക്ക് ആസ് എ പ്രേക്ഷകൻ തോന്നിയ കാര്യമാണ് പറയുന്നത്. എനിക്ക് ആ ക്യാരക്ടർ നല്ലതായിട്ടാണ് തോന്നിയത്. പുള്ളി അത് ചെയ്യാൻ ഒരു മൈൻഡ് കാണിച്ചത് അത് വലിയ കാര്യം തന്നെയാണെന്നേ. വലിയ കാര്യം തന്നെ, വലിയ കാര്യം തന്നെയാണ്. പിന്നെ ഈ ലാലേട്ടൻ മമ്മൂക്ക എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവരൊക്കെ ഏത് ലെവലിൽ ഏത് റേഞ്ചിൽ നിൽക്കുന്ന കപ്പാസിറ്റി ഉള്ള ആൾക്കാരാ എന്നുള്ളത് നമുക്ക് അറിയാം. അവരുടെ ഓറയൊക്കെ നമുക്ക് ആക്ച്വലി അറിയാം. അപ്പോൾ ഓഫ് കോഴ്സ് ഈ സിനിമയ്ക്കകത്ത് സിനിമയെ കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരും. നെഗറ്റീവും പരിപാടികളും പോസിറ്റീവും ഒക്കെ ആക്ച്വലി വരും. അത് വരട്ടെ. പക്ഷെ ഇതിന്റെ അകത്ത് ഈ സിനിമയുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്, എനിക്ക് തോന്നിയത് ബ്യൂട്ടി എന്ന് ആ വാക്കാ പറയണ്ടേ, ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് ഈ ലാലേട്ടൻ അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന മാസ് പരിവേഷോ അല്ലെങ്കിൽ ബിഗ് സ്റ്റാർഡം എന്ന് പറയുന്ന സംഗതിയേ ഇല്ല. തുടക്കം തൊട്ട് ഒടുക്കം വരെ നോക്കുകയാണെങ്കിൽ ആ സാധനമേ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ ബ്യൂട്ടി തന്നെയാണ്. ഇതിൽ രണ്ടുപേരും ആ ഒരു വാശി പിടിച്ചിട്ടുമില്ല. എനിക്ക് സ്ലോ മോഷൻ വേണം, എനിക്ക് ഡയലോഗ് മറ്റത് മറിച്ചത്, എനിക്ക് ഇവനെ കാട്ടിലും വലുത് വേണം, മറ്റവൻ അവിടെ അത്, ഈ സാധനമേ ഇതിന്റെ അകത്ത് ആക്ച്വലി വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് വേണമെങ്കിൽ തട്ടിക്കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, മാസ് ഫാൻസിന് തൃപ്തിപ്പെടുത്താം, അല്ലെങ്കിൽ ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതൊന്നും ചെയ്യാതെ
ജെനുവിനായിട്ട് ഓക്കെ സംതിങ് എന്തെങ്കിലും നല്ലത് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു പടം പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഞാൻ പറഞ്ഞല്ലോ, പടം ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പലതരത്തിലുള്ള മിക്സഡ് അഭിപ്രായങ്ങൾ വരും, അത് വേറെ കാര്യം. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ഒരു മൂവി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടില്ല എന്നുള്ളൊരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് പറ്റിക്കാൻ, അത്തരത്തിലുള്ള സിനിമകൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ പറ്റിക്കാൻ വേണ്ടി. വെറുതെ വെറുതെ ഒരു സ്റ്റാറിന്റെ സ്ലോ മോഷനും അതേപോലെ വലിയ ഡയലോഗും പരിപാടികളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ മസാലകൾ മാത്രം ചേർത്ത് വിട്ടിട്ട് മനുഷ്യനെ ഒരു മാതിരി മറ്റേ പൊടിയിടുക എന്ന് പറയില്ലേ, മലയാളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ എത്ര പടങ്ങൾ, ഞാൻ പേരുകളൊന്നും എടുത്ത് പറയുന്നില്ല, വന്നിട്ടുണ്ട്. കബളിപ്പിക്കൽ, പറ്റിക്കൽ എന്ന് പറയുന്ന ആ സംഗതി. പക്ഷെ ഈ സിനിമയുടെ കേസിൽ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് പറ്റിക്കൽ പരിപാടി നടന്നിട്ടില്ല. യെസ്, ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ട് പല ആൾക്കാർക്കും. സ്ലോ ആയിട്ട് തോന്നിയിട്ടുണ്ടാവും, ലാഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും, ഇതൊക്കെ തോന്നിയിട്ടുണ്ടാവും. നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്, അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇത് ഓവറോൾ ഒരു എന്താണ്, ഒരു എന്താ പറ്റിപ്പ് സിനിമ, അല്ലെങ്കിൽ തട്ടിക്കൂട്ട് സാധനം, അല്ലെങ്കിൽ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി ചെയ്തു എന്നുള്ളൊരു ആ ലെവൽ ഓഫ് അപ്രോച്ച് ആയിട്ടല്ല എനിക്ക് തോന്നിയത് എന്നുള്ളത്. ജെനുവിൻലി എനിക്ക് അത് പറയണം തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് വീഡിയോ ആയിട്ട് സംസാരിക്കുന്നത്. പിന്നെ ലാലേട്ടന്റെ കാര്യം ഓഫ് കോഴ്സ് ഇതിന്റെ അകത്ത് സി ഞാൻ ചിന്തിച്ചത് അതാണ്. ഞാൻ ചിന്തിച്ചൊരു കാര്യം, ലിഫ്റ്റിൽ വെച്ചിട്ടുള്ള സംഭവിക്കുന്ന ഒരു സംഭവം, എടോ ജെനുവിൻലി എടോ ഒരിക്കലും അത് ആ ക്യാരക്ടർ എന്ന് പറയുന്ന അമാനുഷികനോ അല്ലെങ്കിൽ ഒന്നുമല്ല. അയാൾക്ക് ഒരു എന്താ പറയില്ല, ലാലേട്ടനെ നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ ലാലേട്ടൻ ഇത് ലാലേട്ടൻ ആ രീതിയിൽ. പക്ഷെ ആ ക്യാരക്ടർ നോക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ്ലി ക്യാരക്ടർ ഡ്രിവൻ ആയിട്ടാണ് പോകുന്നത്, മമ്മൂക്കയുടെ ലാലേട്ടന്റെ ഒക്കെ. ഇപ്പൊ ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഒരു കാല് നഷ്ടപ്പെട്ട ഒരു ആളാണ്, ഓക്കെ. ഇതിൻ്റെ അകത്ത് ആ സാധനം തന്നെ, അത് തന്നെ, ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം തന്നെ വേറെ ബിഗ് സ്റ്റാർസ്, മറ്റ് ഇൻഡസ്ട്രിയിലുള്ള ബിഗ് സ്റ്റാർസ് റെഡി ആവുമോ? അതിന് പകരം വേറെ വല്ലതും ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒപ്പീനിയൻസ് വരും. അല്ലെങ്കിൽ ഇനിയിപ്പോ കാലിൽ നഷ്ടപ്പെട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, അത് നഷ്ടപ്പെട്ടാലും അവിടെ ഒരു മാസ സാധനം അല്ലെങ്കിൽ ഒരു എലവേഷൻ സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് കുത്തിക്കേറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അത് തെറ്റ് എന്നല്ല ഞാൻ പറയുന്നത്, ആ സംഗതികൾ തെറ്റെന്നല്ല പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ള ചിന്താഗതിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ്ലി ആ പ്ലോട്ടിനനുസരിച്ചിട്ട്, ആ കഥയ്ക്കനുസരിച്ചിട്ട്, ആ ക്യാരക്ടറിനനുസരിച്ചിട്ട് ഒരു കോംപ്രമൈസും ഇല്ലാതെ എന്താണോ ആ ക്യാരക്ടർ, ഓക്കെ കാലിന് പ്രയാസമുണ്ട് ആൻഡ് അത്ര എന്താണ് ഒരു ഒരു ആ ക്യാരക്ടറിന് ഒരു കാര്യം സംഭവിക്കും എന്നുള്ളതൊക്കെ അത് ഓക്കെ, ആ സിനിമ അങ്ങനെയാണ്, അല്ലെങ്കിൽ ആ സ്റ്റോറി ലൈനിൽ അങ്ങനെ വരുന്നത് എന്നുള്ളൊരു സംഗതി മനസ്സിലാക്കിയിട്ട് യെസ് ഐ വിൽ ഡു ദിസ് ക്യാരക്ടർ എന്ന് പറയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മോഹൻലാൽ ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ പല കാമിയോസും പരിപാടികളും നമ്മൾ ഊക്കി പണ്ടവരടക്കിയിട്ടുണ്ട് പുള്ളിയെ. പക്ഷെ ഈ സിനിമയുടെ കേസിൽ അങ്ങനെ ഊക്കാൻ മാത്രമുള്ള ക്യാരക്ടർ ഇല്ല. അത് നല്ല ക്യാരക്ടർ തന്നെയാണ്. വിമർശനം വരും, ഓക്കെ, അത് ഇതെന്നൊക്കെയുള്ള സിനിമയിൽ പല വിമർശനം ഉണ്ടാവും. പക്ഷെ ആ ക്യാരക്ടറിനെ പറയാനൊന്നുമില്ല. അതേപോലെ തന്നെ കേട്ടോ മമ്മൂക്കയുടെ കേസാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോ ഞാൻ ലാലേട്ടൻ്റെതായിട്ട് പറഞ്ഞതുകൊണ്ട് ആ കണ്ടന്റ് ആയിട്ട് മെയിൻ ആയിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ ലാലേട്ടന്റെ കാര്യം പറഞ്ഞെന്ന് മാത്രം. പ്രധാന വീഡിയോയിൻ്റെ അകത്ത് മമ്മൂക്കയുടെ കേസ് ഞാൻ ആക്ച്വലി പറയുന്നുണ്ട്. ഇപ്പോ ഇതിന്റെ മമ്മൂക്കയുടെ കേസ് എന്താ, മമ്മൂക്ക ചെയ്തിട്ടുള്ള ക്യാരക്ടറും അമാനുഷികനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡയലോഗ് പറയുന്ന ആള്, ആവശ്യമില്ലാത്ത ഗിമ്മിക്ക് അല്ലെങ്കിൽ സ്ലോ മോഷൻ പരിപാടികളോ ഒന്നുമില്ല. പക്ഷെ നമുക്ക് ദിസ് ഈസ് മമ്മൂട്ടി, ദിസ് ഈസ് മോഹൻലാൽ എന്നുള്ളൊരു സാധനം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ആ കിക്ക് കിട്ടും. അതിനു വേണ്ടിയിട്ട് കുത്തിക്കയറ്റിയിട്ടുള്ള സാധനങ്ങളോ ഒന്നുമല്ല. ഇപ്പോ എന്താണ് മമ്മൂക്കയുടെ കേസ് പറയുകയാണെങ്കിൽ ആ ക്യാരക്ടറിന് വയ്യ എന്ന് പറയുമ്പോൾ അത് മറ്റേ കോക്ക് പറയുന്ന പോലെയുള്ള ആ വയ്യ എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ അങ്ങനെയാണ്. ആ ക്യാരക്ടറിൻ്റെതായ ഒരു ഇതുണ്ട്, ഓക്കെ. അതാണ് ക്യാരക്ടർ ഡ്രിവൺ എന്ന് പറയുന്നത്. അത് പുള്ളിയാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളൂ, പറയണം എന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ പറയുന്നു, ഇപ്പൊ ഈ സിനിമ ഇപ്പൊ മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. കുറെ ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോ ഇനി കാണാൻ വേണ്ടി പോകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, സംഗതി നിങ്ങൾ ഈ മാസ് അല്ലെങ്കിൽ ഭയങ്കര ഭയാനകമായ ലാലേട്ടൻ, മമ്മൂക്ക, മറ്റേ ഗംഭീര മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സ്ലോ മോഷൻ, ഇത്തരത്തിലുള്ള ഗിമ്മിക്കൊന്നും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് പോരുത്. അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് സിനിമയല്ല ഇത്. അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര നിരാശയായിരിക്കും കിട്ടുക. നിങ്ങൾ ചിലപ്പോൾ കരഞ്ഞുകൊണ്ടൊക്കെ ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ അത് പ്രതീക്ഷിക്കരുത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹേഷ് നാരായണൻ ഒരുക്കി വെച്ചൊരു പടം,
അതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സ് ആണ്. ഈ പറഞ്ഞ മമ്മൂക്കയും ലാലേട്ടൻ ക്യാരക്ടർ ഡ്രിവൺ ആണ്. അതിൻ്റെ അകത്ത് ഇവരുടേതായിട്ടുള്ള പരിപാടികൾ ചെയ്ത് ഇതിൻ്റെ അകത്ത് ഭയങ്കര ഗിമ്മിക്ക് അങ്ങനെ ഒന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. അങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല. അങ്ങനെ നിങ്ങൾ മനസ്സിൽ പോലും വിചാരിച്ച് പോകരുത്. ക്യാരക്ടറാണ്, ക്യാരക്ടറാണ് അത്. ആ കംപ്ലീറ്റ്ലി ആ ക്യാരക്ടർ പിടിച്ച് മാത്രമാണ് ഇതിൻ്റെ അകത്ത് അവര് നിന്നിട്ടുള്ളത്. നമുക്കിതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത് എന്താണ്, ഇവർ രണ്ടുപേരെ ഒരുമിച്ച് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഒരു സ്ക്രീനിൽ എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ അത് മാത്രം മനസ്സിൽ വെച്ചിട്ട് പോയാൽ മതി. വേറെ ഒന്നും നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നിങ്ങൾ ആ ലാലേട്ടൻ മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പോകണ്ട. ഒരു ക്ലാസ് ഫിലിം ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എനിക്ക് പേഴ്സണലി പടം വർക്കായി. എനിക്കൊരു ക്ലാസ് ആയിട്ടുള്ള ഫീൽ ആയിട്ടാണ് തോന്നിയത്. എനിക്ക് വർക്കായി. ഇത് പറയുമ്പോൾ എന്നെ തല്ലിക്കൊല്ലാനൊന്നും വരരുത്. എനിക്ക് വർക്കായി. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. എനിക്ക് വർക്കായിട്ടുണ്ട്. ഒരു ക്ലാസ് സിനിമയായിട്ടാണ് തോന്നിയത്. ഓവർ എക്സാജറേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ അകത്ത് ഇല്ല. ദാറ്റ്സ് ഇറ്റ്. മൊമെന്റ്സ് ഉണ്ട്, അത് ഭയങ്കരമായിട്ട് അവര് എക്സാജറേറ്റ് ചെയ്ത് അവര് കുത്തിക്കയറ്റിയിട്ടുള്ള സീനുകളോ സാധനങ്ങളോ ഒന്നുമില്ല. പക്ഷെ ചില സാധനങ്ങൾ കാണുമ്പോൾ നമുക്കൊരു ഇത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ വീണ്ടും പറയുന്നു, മിക്സഡ് ഒപ്പീനിയൻസ് ആണ് പോകാന്നുകൊണ്ടിരിക്കണം. മിക്സഡ്. കുറച്ച് പേര് പോസിറ്റീവ് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും അതല്ലാതെ മൊത്തത്തിൽ നെഗറ്റീവും മിക്സഡും ഒക്കെ ആയിട്ട് അങ്ങനെ കാര്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തില് പറ്റുകയാണെങ്കിൽ എല്ലാവരും ഈ പടം തിയേറ്ററിൽ പോയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് പറയുമ്പോൾ ഞാൻ കാശ് വാങ്ങിയിട്ട് പറയാനൊന്നും പറയരുത്. വിവരമുള്ളവർ പറയില്ല. വലിയ വ്യൂവർഷിപ്പ് ഒന്നും ഇല്ലാത്തവന് കാശൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ പറയരുത്. ഞാനിത് എല്ലാവരും ഒന്ന് പോയി കാണുമെന്ന് പറയാൻ കാരണം, ഇത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒരു ബ്യൂട്ടിയാണ്. നമ്മുടെ ഇൻഡസ്ട്രിയിലും കിട്ടുന്ന ഒരു ബ്യൂട്ടിയാണ്. കണ്ട് പഠിക്കുക എന്ന് പറഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമ്മളെ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് ഒരു സിനിമയ്ക്കകത്ത് പ്രത്യേകിച്ച് അമാനുഷിക പരിപാടികളൊന്നും ഇല്ലാതെ വലിയ കുത്തിക്കയറ്റി ഭയങ്കര സംഭവമാക്കി കാണിക്കാതെ രണ്ടുപേരും ഒരുമിച്ച് ക്യാരക്ടർ മനസ്സിലാക്കി ക്യാരക്ടറിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സിനിമയുടെ ഭാഗമായി ഈ ഇവിടുത്തെ വലിയ രണ്ട് സ്റ്റാർസ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ബ്യൂട്ടി. അത് നമ്മൾ എൻകറേജ്, നമ്മൾ എന്തോരം സിനിമകൾ പോയിട്ട് കാണുന്നു. ഞാൻ അങ്ങനെ എല്ലാം നിങ്ങൾ പോയി കാണുന്നതെന്ന് ഞാൻ പറയാറില്ല. പക്ഷെ ഈ സിനിമ എന്ന് പറയുന്ന ഈ ഒരു ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് പറ്റുകയാണെങ്കിൽ പോയി കാണുക. കാരണം രണ്ടുപേരും നമുക്ക് അങ്ങനെ ഒരുമിച്ച് കാണാനൊന്നും കിട്ടത്തൊന്നുമില്ല. ഇനിയിപ്പോൾ അടുത്തത് എപ്പോൾ ഇവർ ഒരുമിച്ച് ഒരു സിനിമയിൽ വരും എന്നുള്ളത് അറിയില്ല. അത് ആരെങ്കിലും മനസ്സിൽ വിചാരിക്കണം. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ഒരു സിനിമ സമ്മാനിച്ച് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ യെസ്, കുറെ ആൾക്കാർക്ക് പറ്റിയില്ല എന്നുള്ളത് ഫാക്ടർ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പോയി ഈ പറഞ്ഞ മാസ പരിപാടികൾ ഒന്നുമില്ല. അത് അങ്ങനെയുള്ള ഒരു സാധനമില്ല. ഇത് ക്യാരക്ടർ ഡ്രിവൺ ആണ്, കോണ്ടന്റ് ഡ്രിവൺ ആണ്. അത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. സോ പറ്റണമെങ്കിൽ പോയി കാണും. ബൈ.